ഇന്ന് ഞാനിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ എൻ്റെ ഈ നിൽപ്പിന് കാരണമായിട്ടുള്ളതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചത് മജ്‌ലിസായിരിക്കാം, എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരായിരിക്കാം. അതുകൊണ്ടാണ് ഞങ്ങളുടെ യാത്രകളിൽ മുഴുവൻ ഞങ്ങൾ പഠിച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും ഞങ്ങൾ അധ്യാപകരെയും ഒക്കെ ഞങ്ങൾ ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നത്. മജ്‌ലിസിൻ്റെ UAE അലുമിനി ചാപ്റ്റർ എന്ന് പറയുന്നത് 2017 ഞങ്ങൾ ആദ്യം വളരെ കുറച്ച് ആളുകൾ ഒരു പാർക്കിൽ ഒത്തുകൂടി. പിന്നീട് നമുക്കറിയാം, ഞങ്ങൾ 2 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അലുമിനി പ്രോഗ്രാംസ് നടത്താറ്. നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത നേരത്ത് കൊറോണ എന്ന് പറയുന്ന മഹാമാരി നമ്മളിലേക്ക് കടന്നു വന്നു. അതിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് വന്നതിന് ശേഷം കുറച്ചുകൂടി പുതിയ കുട്ടികൾ നിങ്ങളെപ്പോലെ ഇവിടുന്ന് പഠിച്ചിറങ്ങി ജോലി സാധ്യതകൾ തേടി UAE-യിലെത്തിയ ആളുകളെല്ലാം കണക്ട് ചെയ്ത് ഇന്ന് 1000-ലധികം വരുന്ന മജ്‌ലിസിൻ്റെ UAE അലുമിനി ഉള്ള ഒരു വലിയ സംവിധാനം നമുക്ക് UAE-യിലുണ്ട്. അതിൻ്റെ അത്രത്തോളം ഇല്ലെങ്കിലും മനോഹരമായ ഒരു സംവിധാനം ഖത്തറിലുണ്ട്. ഇനി ഇവിടുന്ന് പോയ കുട്ടികളെ ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട്. ലണ്ടനിലൊക്കെ ഒരുപാട് നമ്മളെ കുട്ടികളുണ്ട്, ഗഫൂറും ഷെരീഫ് അടക്കമുള്ള നമ്മുടെ സുഹൃത്തുക്കൾ. അപ്പോൾ അവരോടൊക്കെ ബന്ധപ്പെട്ട്, കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ യൂറോപ്യൻ യൂണിയനിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ പോയി പ്രയാസപ്പെടുന്ന പല ആളുകളുമുണ്ട്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു കോർ മോട്ടോ എന്ന് പറയുന്നത്, ഇവിടുന്ന് പഠനം കഴിഞ്ഞ് UAE-യിലെത്തുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ പ്രഥമമായ പരിഗണന ജോലിയാണ്. ആ ജോലിക്ക് നിങ്ങളെ പ്രാപ്തരാക്കാനുള്ള ഒരു സെല്ല് ഞങ്ങൾക്കുണ്ട്. നിങ്ങളുടെ ഇൻ്റർവ്യൂ കാര്യങ്ങളിലേക്ക് കൃത്യമായി എത്തിക്കാൻ കഴിയുന്ന, അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ ഏതെങ്കിലും തരത്തിലൊരു പൊസിഷൻ ഒഴിവ് വരുമ്പോൾ അത് ഞങ്ങൾ ആദ്യം പ്ലേസ് ചെയ്യുന്നത് ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലാണ്. അപ്പോൾ അതിനകത്ത് കഴിവുള്ള ആളുകളുണ്ടെങ്കിൽ അവരെ ആ ഇൻ്റർവ്യൂവിലേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ അവരുമായി ബന്ധപ്പെട്ട് ആ ജോലി എങ്ങനെയെങ്കിലും നേടിക്കൊടുക്കാനും അവരെ പ്രാപ്തരാക്കുക എന്നൊരു ലക്ഷ്യം കൂടി മജ്‌ലിസ് അലുമിനിക്കുണ്ട്. പിന്നീട് അവിടെ ജൂനിയർ ഇല്ല, അവിടെ സീനിയർ ഇല്ല, അവിടെ ഞങ്ങളെല്ലാം ഒന്നാണ്. ഞങ്ങൾ അവിടെ വളരെ മനോഹരമായ ഒരു ടീമായിട്ട്, ഒരുപക്ഷെ ഇവിടുന്ന് തല്ലുകൂടിയ ആളുകളുണ്ടാവാം, ഇവിടെ റാഗിങ് കിട്ടിയ ആളുകളുണ്ടാകാം, ഇവിടെ സീനിയർ ജൂനിയറായിട്ട് വളരെ മോശമായ രീതിയിൽ കഴിഞ്ഞ ആളുകൾ. പക്ഷേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് അവിടെ എത്തുമ്പോൾ നമുക്ക് ഒറ്റ ഇതേ ഉള്ളൂ: വി ആർ യുണൈറ്റഡ് ഫോർ മജ്‌ലിസ് ആൻഡ് ദാറ്റ് ഈസ് മജ്‌ലിസ് അലുമിനി. മറ്റൊന്ന്, നേരത്തെ മാഷ് സൂചിപ്പിച്ചത് ആദ്യ ഗഡുവാണോ രണ്ടാം ഗഡുവാണോ? സത്യത്തിൽ നമുക്കറിയാം, വയനാട് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ഉണ്ടാകുന്ന സമയത്ത് നമ്മളൊക്കെ വളരെ വേദനിപ്പിച്ച് നമ്മുടെ മനസ്സിനെയൊക്കെ പ്രയാസപ്പെടുത്തി, ആർക്കും കണ്ടു നിൽക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു പ്രകൃതിയുടെ വലിയ ദുരന്തം നമ്മളെ വേട്ടയാടിയപ്പോൾ ഒരുപാട് ഫണ്ട് കളക്ഷൻസുമായി പല സംവിധാനങ്ങൾ വന്നിരുന്നു. ഇപ്പോൾ ചീഫ് മിനിസ്റ്ററുടെ CMRDF ഫണ്ട് ഉണ്ടായി. അപ്പോൾ കുറേ ആളുകൾ അതിലേക്ക് കൊടുത്തു. അപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ മുസ്ലിം ലീഗ് പാർട്ടി ആവശ്യപ്പെട്ടത് പ്രകാരം KMCC-യിലൂടെ ഞങ്ങൾ ഒരുപാട് ഫണ്ടുകൾ കൊടുത്തു കഴിഞ്ഞു. ആ സമയത്താണ് മജ്‌ലിസ് ഇത്തരത്തിലുള്ള ഒരു ഇനീഷ്യേറ്റീവുമായിട്ട് മുന്നോട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് മാറി നിൽക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ ക്യാമ്പസ് ചരിത്രത്തിൽ ഒരുപക്ഷെ മറ്റൊരു വിദ്യാഭ്യാസ സ്ഥാപനവും ഇങ്ങനെ ഒരു 10 വീടുകൾ കൊടുക്കാനുള്ള ആർജവം കാണിച്ചില്ല. ആർജവം കാണിച്ചത് ഈ മാനേജ്മെൻറ്റും, ആ ആർജവത്തിന് അവർക്ക് ധൈര്യം പകർന്നത് എൻ്റെ മുന്നിലിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുമാണെന്ന് ഉത്തര ബോധ്യമുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാൻ നമുക്ക് കഴിയണം എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ അലുമിനി മീറ്റ്, കാരണം ഇത് 3ാമത്തെ ഫണ്ട് പാർട്ടിക്ക് കൊടുത്തതും CMRDF-ലേക്കും അതുപോലെ തന്നെ അവിടെ അക്കാഫ് എന്ന് പറയുന്ന കോളേജ് യൂണിയൻ്റെ മൊത്തം സംസ്ഥാനത്തെ എല്ലാ യൂണിയനുമായി കോളേജുമായി ബന്ധപ്പെട്ട എല്ലാ ഫണ്ടും കൊടുത്തു. അപ്പോൾ അത് കാരണമാണ് ഇങ്ങനെ ഒരു ഇതിലേക്ക് വന്നത്. പക്ഷേ അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ മറ്റെന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കുന്ന സമയത്ത് പ്രിയപ്പെട്ട ഷഫീഖ് ഉമ്മർ അദ്ദേഹത്തിൻ്റെ കമ്പനിയുമായി ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു വീട്ടിലേക്ക് കൊടുക്കുന്നതിനോട് കൂടെ ആ വീടിൻ്റെ ഇൻറ്റീരിയർ ചെയ്യാനുള്ള ACP ഷീറ്റ് കംപ്ലീറ്റ് ഞാൻ തരാം. ഏകദേശം അത് 1.5 ലക്ഷം അല്ലെങ്കിൽ 2 ലക്ഷത്തോളം രൂപയുടെ അടുത്ത് വരും എന്നുള്ളത്. അപ്പോൾ പ്രിയപ്പെട്ട ഷഫീഖ് ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കമ്പനി ആക്ടിസോ മാർക്കറ്റിംഗ് എന്നാണ്. ഇവിടെ ഇത്രയും നേരം നിങ്ങളോട് പറഞ്ഞത് പഠിക്കണം, പുതിയ പുതിയ സംവിധാനങ്ങൾ നേടണമെന്നൊക്കെയാണ്. പക്ഷേ ഷഫീഖ് അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് പറയുന്നതല്ല, അദ്ദേഹം ഞങ്ങളൊക്കെ പാസ്സായപ്പോൾ പരാജയപ്പെട്ട വ്യക്തിയാണ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ കീഴിൽ 200-ലധികം ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്. അദ്ദേഹം ഇൻ്റർനാഷണൽ ലെവൽ UAE-ലും അതുപോലെ തന്നെ ഇപ്പോൾ നെക്സ്റ്റ് വീക്കും ചൈനയിൽ പോകുന്നു. ഓൾ ഓവർ 30-ലധികം രാജ്യങ്ങൾ സഞ്ചരിച്ച് ബിസിനസ് ആവശ്യമായിട്ട് ആൾ വലിപ്പം നോക്കണ്ട, 30-ലധികം രാജ്യങ്ങൾ അദ്ദേഹം സന്ദർശിച്ചു. ചൈനയിൽ നടക്കുന്ന ഫെയറിന് വേണ്ടി അദ്ദേഹം പോകുന്നു. ട്രാവൽ മേഖലയിൽ അദ്ദേഹമുണ്ട്, UAE-യിലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ അദ്ദേഹമുണ്ട്.
കഴിഞ്ഞ ദിവസം അങ്കമാലിയിലെ അഡ്ലക്സ് കൺവെൻഷൻ സെന്ററിൽ കേരളത്തിലെ 3000-ലധികം വരുന്ന ഫാബ്രിക്കേറ്റേഴ്സിനെ ഒരുമിച്ച് കൂട്ടിയിരുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തു. അപ്പോൾ ഞാൻ പറയുന്നത്, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വെറും പുസ്തകത്തിൽ നോക്കി നിങ്ങൾ പഠിക്കുന്നതല്ല. അത് നിങ്ങളുടെ പരിസരത്തിൽ നിന്ന് അക്വയർ ചെയ്തെടുക്കുന്ന സ്കില്ലുകൾ, നിങ്ങൾ ഗെയിൻ ചെയ്തെടുക്കുന്ന സ്കില്ലുകളിലൂടെ ഉൾപ്പെട്ടതാണ്. അതല്ലാതെ നിങ്ങൾ നേടുന്ന ആ സർട്ടിഫിക്കറ്റുകൾ മാത്രം നിങ്ങൾ അക്കാഡമിക് ക്വാളിഫിക്കേഷനായി നിങ്ങൾ കണ്ടാൽ അതുകൊണ്ട് ആ ഒരു പേപ്പറിൻ്റെ വാല്യൂ മാത്രം, അത് പഠനം വേണ്ട എന്നല്ല. പക്ഷേ പരാജയപ്പെട്ടവരും ഇവിടെ വിജയിക്കുന്നുണ്ട്, അവരും നമുക്ക് റോൾ മോഡലാണ്. പരാജയപ്പെടണം എന്നല്ല ഞാൻ പറയുന്നത്, എല്ലാവർക്കും ഇടമുണ്ട് നമുക്കിടയിൽ. ഏറ്റവും സന്തോഷം തോന്നുന്നത് ഇവിടെ ഇന്ന് വരുമ്പോൾ നമ്മുടെ വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കുന്ന നമ്മുടെ പിള്ളേരാണ്. അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മൾട്ടിമീഡിയ എന്ന് പറയുന്ന ഒരു കോഴ്സിൻ്റെ ഗുണമായിരിക്കാം നല്ല നല്ല ഫോട്ടോഗ്രാഫേഴ്സിനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞു. അതിനപ്പുറത്ത് സന്തോഷകരമായ ഒരു സഹോദരിയാണ് ക്യാമറയ്ക്ക് പിന്നെ നിൽക്കുന്നത്. അവളുടെ ആ കഴിവും അഭിരുചിയും നമ്മൾ കാണാതെ പോകുന്നു എന്നതാണ്. അപ്പോൾ അത്തരം ആളുകളുടെ കഴിവുകളും അഭിരുചികളും നമ്മൾ കണ്ടെത്തി അവരെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അതാണ് ഒരുപക്ഷെ ക്വാളിറ്റിയുള്ള എഡ്യൂക്കേഷനിലൂടെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന് കൊടുക്കാൻ കഴിയും. മറ്റ് ക്യാമ്പസുകളിലെല്ലാം കുട്ടികൾ കുറയുന്ന കാലത്ത് മജ്‌ലിസിൽ അഡ്മിഷൻ കിട്ടപ്പോൾ ഞങ്ങൾ ഹംസാഖാനി സലീമാശും ബുദ്ധിമുട്ടിക്കണം, സീറ്റില്ലാന്നേ പറയുള്ളൂ. മറ്റുള്ള സ്ഥലത്ത് നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചു, ക്യാമ്പസുകളിൽ സീറ്റുകൾ ഒഴിവാണ്. പക്ഷെ ഇവിടെ വന്നവർ ആദ്യം വരെ സീറ്റില്ല എന്നുള്ളത്. കാരണം അത്രത്തോളം ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ കൊടുക്കാൻ കഴിയുന്ന അധ്യാപകർ ഇവിടെയുണ്ട്. ഫുട്ബോൾ കളിച്ച് വന്ന് ആ ഫുട്ബോളിനെ കുറിച്ച് നമുക്കൊരു പരീക്ഷ തരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിജയിക്കും. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റാണ്, നമ്മൾ ഇഷ്ടപ്പെട്ട് ആ കളിയിൽ എന്തൊക്കെ സംഭവിച്ചു ഇത് തന്നെയാണ് നമ്മളെ ബുക്കുകളിലും നമുക്ക് പറഞ്ഞു തരുന്ന പാഠങ്ങളിലും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്തെന്ന് വെച്ചാൽ, നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ കാണാതെ പഠിക്കാതെ നമുക്കറിയുന്ന രീതിയിൽ നമ്മളതിൽ ഇൻവോൾവ് ചെയ്ത് നമുക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ള ആളുകളാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പരീക്ഷകളും നമുക്ക് ഈസി ആയിട്ട് വിജയിക്കാം. കാരണം നമ്മൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നാണ് എല്ലാ കാര്യങ്ങളും എടുത്ത് എഴുതുന്നത്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വെറും ഒരു ഡോക്ടറാവലോ എൻജിനീയറാവലോ അല്ല, നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. നാളെ എല്ലാവർക്കും വലിയ വിജയത്തിലെത്താൻ എല്ലാവിധ ആശംസകളും ഇവിടെ വന്നിട്ടുള്ള എല്ലാ ആളുകളോടും ഒറ്റ വാക്കിൽ ആശംസ പറയുന്നു, നന്ദി പറയുന്നു. താങ്ക് യു.